അപ്പോൾ നമുക്ക് ഇതിന്റെ ബേസ് സൈഡ് എന്താണ്? പെന്റഗണൽ പ്രിസം തന്നിട്ടുണ്ട്. സൈഡ് ഓഫ് ബേസ് 30 mm ആൻഡ് ആക്സിസ് 80 mm, റെസ്റ്റിംഗ് ഓൺ എ ബേസ് കോർണർ ഓൺ HP. അപ്പോൾ ഒരു ബേസിലുള്ള ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അത് ഓർക്കണം. അത് നിങ്ങൾ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യണം ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. എഡ്ജിലാണോ റെസ്റ്റ് ചെയ്യുന്നത്, കോർണറിലാണോ റെസ്റ്റ് ചെയ്യുന്നത് എന്ന്. വിത്ത് ഇറ്റ്സ് സ്ലാൻഡ് എഡ്ജ് ഇൻക്ലൈൻഡ് 45 degree to HP. അഗെയിൻ ഇവിടെ സ്ലാൻഡ് എഡ്ജ് എന്ന് വരില്ല, അത് ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജ് ആണ്, സ്ലാൻഡ് എഡ്ജ് അല്ല. പെന്റഗൺ പിരമിഡിലാണ് നമുക്ക് സ്ലാൻഡ് എഡ്ജ് വരുന്നത്. ആൻഡ് 45 degree to BP. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ സോളിഡ്. ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പെന്റഗണൽ പ്രിസം. സോ ഇറ്റ് ഇസ് ഗിവൺ ആസ് എ പെന്റഗണൽ പ്രിസം. സോ പെന്റഗണൽ പ്രിസത്തില് ബേസ് എന്താണ്? ഇറ്റ് ഇസ് പെന്റഗൺ ആണ് നമുക്ക് ബേസ്. അപ്പൊ പെന്റഗണിന്റെ ബേസ് എഡ്ജ് എത്രയാണ്? ബേസ് എഡ്ജ് ഓർ സൈഡ്, പെന്റഗണിന്റെ ലെങ്ത് എന്താണ്? ഇറ്റ് ഇസ് ആക്ച്വലി 30 mm. ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ height is equal to 80 mm. First condition, simple position. എന്തായിരിക്കും? നോർമൽ. ബേസ് ഓൺ HP. ബേസ് ഓൺ HP. ആൻഡ് റെസ്റ്റിംഗ് ഓൺ കോർണർ. അത് ഓർത്ത് വെച്ചേക്കണം. ബേസ് HP യിലാണ്, ഇറ്റ് ഇസ് റെസ്റ്റിംഗ് ഓൺ കോർണർ. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. അടുത്ത് ക്വസ്റ്റനിൽ തന്നെ ഉണ്ട്, റെസ്റ്റിംഗ് ഓൺ എ ബേസ് കോർണർ ഓൺ HP എന്ന് വെച്ചാൽ സിമ്പിൾ പൊസിഷനിൽ ബേസ് HP യിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻക്ലിനേഷൻ ടു HP. സോ ഇൻക്ലിനേഷൻ ടു HP എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്? എഡ്ജ് ആണ്, ലാറ്ററൽ എഡ്ജ്. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്, തെറ്റാണ്. സ്ലാൻഡ് എഡ്ജ് എന്ന് പറയുന്നത് തെറ്റാണ്, ലാറ്ററൽ എഡ്ജ് ആണ്, ഓർക്കണം. ലാറ്ററൽ എഡ്ജ് ആണ് ഇൻക്ലൈൻഡ്. ദാറ്റ് ഈസ് 45 degree to HP. ആൻഡ് ഫൈനലി നമുക്ക് മൂന്നാമത്തത് അതേ ലാറ്ററൽ എഡ്ജ് തന്നെ, ഇതേ ലാറ്ററൽ എഡ്ജ്, ഇറ്റ് ഇസ് ഇൻക്ലൈൻഡ് 45 degree to VP. ഇതേ ലാറ്ററൽ എഡ്ജ് സെയിം. തേർഡ് കണ്ടീഷൻ, ആദ്യത്തെ രണ്ടും HP യിലാണ് എങ്കിൽ മൂന്നാമത്തത് എന്തായിരിക്കും? മൂന്നാമത്തത് ഓട്ടോമാറ്റിക് ആയിട്ട് VP ആയിരിക്കും. ഇൻക്ലിനേഷൻ ടു VP. അപ്പൊ ആദ്യത്തെ രണ്ടും HP ആണെങ്കിൽ മൂന്നാമത്തത് VP ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെയും എന്ത് തന്നെയാണ്? സെയിം ലാറ്ററൽ എഡ്ജ് തന്നെയാണ് ഇവിടെയും. ലാറ്ററൽ എഡ്ജ് ആണ്. ദാറ്റ് ഈസ് 45 degree to VP. ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത, നമ്മളിപ്പോ രണ്ട് കണ്ടീഷനും, അതായത് 3 കണ്ടീഷനും എഴുതി കഴിഞ്ഞു. ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത നോക്കിയാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആംഗിൾ നോക്കാം. HP-ക്കുള്ള ഇൻക്ലിനേഷൻ 45 degree ആണ്, VP-ക്കുള്ള ഇൻക്ലിനേഷനും 45 degree ആണ്. അപ്പൊ ലൈൻസ്, മോഡ്യൂൾ 1 ലൈൻസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ കണ്ടായിരുന്നു. എന്തായിരുന്നു? 45 plus 45. സോ 45 plus 45 എന്താണ്? 90 degree. സോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പ്രോബ്ലം ആണത്. നമ്മളതിനെ കോംപ്ലിമെന്ററി പ്രോബ്ലം എന്ന് വിളിക്കും. കോംപ്ലിമെന്ററി ആംഗിൾ പ്രോബ്ലം. നമ്മൾ ലൈൻസ് സോൾവ് ചെയ്തപ്പോഴും സെയിം ഇത് നമ്മൾ അവിടെയും കണ്ടതാണ്. ലൈൻസിൽ, പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ എന്താണ്? തീറ്റയും ഫൈയും, തീറ്റ പ്ലസ് 5 ഈക്വൽ ടു 90 എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടിരുന്നു. ഏറെക്കുറെ അതിന് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റൻ തന്നെ ആയിരിക്കും ഇത്, പക്ഷെ ഇത് സോൾവ്ഡ് ആണ്, അത്രേ ഉള്ളൂ. സോ കോംപ്ലിമെന്ററി ആംഗിൾ പ്രോബ്ലം. ഇപ്പൊ രണ്ട് HP-ക്കുള്ള ഇൻക്ലിനേഷനും VP-ക്കുള്ള ഇൻക്ലിനേഷനും രണ്ടും 90 degree, രണ്ടിനെയും സം 90 degree ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കത് നോക്കാം, എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആദ്യം നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് ഞാൻ ആ ഡ്രോയിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്.
ഇങ്ങനെയായിരിക്കും ആ പ്രോബ്ലം നമുക്ക് ആ പ്രോബ്ലം കിട്ടുന്ന ഇങ്ങനെയായിരിക്കും. ഇതായിരിക്കും അതിന്റെ ഫൈനൽ ആൻസർ. ഞാൻ ഇട്ടേക്കാം, നമുക്ക് നോട്ടിന്റെ കൂടെ ഇട്ടേക്കാം. ഇതിപ്പോ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പെന്റഗൺ വരയ്ക്കണം. പെന്റഗൺ വരച്ചിട്ട് അതിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും പെന്റഗൺ. അതായത് HP റെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിസം എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ഇത് VP ആണെങ്കിൽ ദിസ് വിൽ ബി, ഇത് VP ആണെങ്കിൽ ഇത് നമുക്ക് HP ആണെങ്കിൽ ഇവിടെ ആയിരിക്കും നമുക്ക് ആ പെന്റഗണൽ പ്രിസം നമുക്ക് റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ആയിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും നമുക്ക് ആ പെന്റഗൺ റെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നിന്ന് നമുക്ക് പ്രിസം വരയ്ക്കാം. സോ ലൈക്ക്വൈസ് നമ്മുടെ പെന്റഗണൽ പ്രിസം വിൽ റെസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു നോർമലായിട്ട്. ഈ ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ പൊസിഷൻ ഇങ്ങനെ വരയ്ക്കാം. പെന്റഗൺ നമുക്ക് എങ്ങനെ വരച്ചാലും പ്രശ്നമില്ല. കോർണർ റെസ്റ്റിംഗ് ആയാലും എഡ്ജ് റെസ്റ്റിംഗ് ആയാലും ഇത് ഈ കോർണർ ഇപ്പുറത്തും വരാം ഇപ്പുറത്തും വരാം, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. വരച്ചിട്ട് അടുത്ത കണ്ടീഷൻ കോർണറിൽ റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ റെസ്റ്റിംഗ് കോർണർ ഇതാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. റെസ്റ്റിംഗ് കോർണർ ഇത് ഫിക്സ് ചെയ്തിട്ട് അടുത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലാറ്ററൽ എഡ്ജ്, ഇതാണ് നമ്മുടെ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് ലാറ്ററൽ എഡ്ജ്. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള ഈ ലാറ്ററൽ എഡ്ജ് 45 ഡിഗ്രി എങ്ങോട്ടാണ്? HP-ക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ലാറ്ററൽ എഡ്ജ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വരച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇത് വരയ്ക്കുന്നു. ആസ് യൂഷ്വൽ 1 2 3 4 5 എന്ന് ബേസിൽ നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. 1 2 3 4 5 എന്ന് നമുക്ക് ബേസിൽ നെയിം ചെയ്തു. ബേസിൽ നെയിം ചെയ്തിട്ട് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇതിന്ന് ഓരോന്നിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ്, ഓരോന്നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു. ഇവിടെ മീറ്റ് ചെയ്യുന്ന 1 2 3, അതേപോലെ 1ന്റെ പുറകിൽ 5, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ 2ന്റെ പുറകിൽ നമുക്ക് 4. സോ ലൈക്ക് വൈസ് നമുക്ക് വരച്ചിട്ട് ലാറ്ററൽ എഡ്ജ് ആണ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ്. അപ്പൊ ഇത് ഈ ഒരു പർട്ടിക്കുലർ എഡ്ജ് ആണ് ഇപ്പൊ 45 ഡിഗ്രി ഇൻക്ലൈൻഡ്. അതിനെ നമുക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാം. അതായത് റെസ്റ്റിംഗ് കോർണറിലുള്ള ലാറ്ററൽ എഡ്ജ്. ഇതാണ് റെസ്റ്റിംഗ് കോർണർ. ഈ കോർണറുമായിട്ട് കണക്ട് ആയിട്ടുള്ള ലാറ്ററൽ എഡ്ജ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ അത് ഇൻക്ലൈൻഡ് ആണ്. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഇതിന്റെ VP 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഇതേ ലാറ്ററൽ എഡ്ജ് ഇസ് അഗൈൻ ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് VP ഇതേ ലാറ്ററൽ എഡ്ജ് 45 ഡിഗ്രിയിൽ വരയ്ക്കാം. ഇവിടെ ഒരു 45 ഡിഗ്രി ലൈൻ വരച്ച് 45 ഡിഗ്രിയിൽ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതാ ഇങ്ങോട്ട് വരയ്ക്കുന്നു. വരച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ലോക്കസ് വരയ്ക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇൻക്ലൈൻഡ്? ലാറ്ററൽ എഡ്ജ് തന്നെയാണ് ഇൻക്ലൈൻഡ്. HP-ക്കും VP-ക്കും ലാറ്ററൽ എഡ്ജ് തന്നെയാണ് ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്കിത് അങ്ങനെ 45 ഡിഗ്രിക്ക് ലൈൻ വരച്ചു. ലൈൻ വരച്ചിട്ട് ഇവിടെ ലോക്കസ് വരച്ചിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലാറ്ററൽ എഡ്ജ് ഉണ്ടല്ലോ 3C, ആ 3C എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതിന്റെ ടോപ്പ് വ്യൂ. ഈ 3C ഇത് ഒറിജിനൽ ലെങ്ത് ആണ്. ഇത് ആക്സിസിന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും അതേ ഹൈറ്റ് തന്നെ ആയിരിക്കും ഇവിടെ. അത് 80 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. പക്ഷെ ദിസ് വിൽ ബി എ റെഡ്യൂസ്ഡ് ലെങ്ത്. ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും. ഈ ലോക്കസിൽ നമ്മൾ വരച്ചിട്ട് ഈ ടോപ്പ് വ്യൂ എന്ത് ചെയ്യാണ്? ഇവിടെ ഫിക്സ് ചെയ്യാണ്. ഈ 3C എന്ന് പറയുന്ന ടോപ്പ് വ്യൂ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നമ്മളിവിടെ ആർക്ക് കട്ട് ചെയ്യും. ആർക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് 3C എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. പക്ഷേ അതങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരാതെയും പോകാം, അതിനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളത് ഓർത്ത് വെച്ചിരിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കേസ് ഈ രണ്ടിന്റെയും സമ്മ് 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ അപ്പാരന്റ് ആംഗിൾ വിൽ ബി 90 ആയിരിക്കും. 45 + 45 എന്നല്ല, ഇത് എന്ത് ആംഗിൾ വേണമെങ്കിലും ആവാം. മേ ബി ഇതൊരു 50 ആവാം, ഇത് 40 ആവാം, ഇത് 30 ആവാം, ഇത് 60 ആവാം. ഇത് രണ്ടിന്റെ സം എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടുത്തെ അപ്പാരന്റ് ആംഗിൾ. സ്പെഷ്യൽ കേസാണ്. അതായത് ഈ ഒരു ഫൈനൽ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, സോ നമുക്കിത് വരയ്ക്കാം. എങ്ങനെയായിരിക്കും ഇത്
ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം, എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. So we'll start solving. പെട്ടെന്ന് നമുക്കൊന്ന് തീർക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ആസ് യൂഷ്വൽ വിൽ ഡ്രോ എ പെന്റഗൺ ഇനിഷ്യലി. ഒരു എക്സ് ലൈൻ നമുക്ക് ആദ്യം വരയ്ക്കാം. നമുക്ക് എക്സ് ലൈൻ വരച്ചിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന പെന്റഗൺ ആണ്. പെന്റഗൺ പ്രശ്നത്തിന് ആദ്യം വരയ്ക്കും, അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഞാനൊരു പെന്റഗൺ എടുത്തോണ്ട് വരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് പെന്റഗൺ വരയ്ക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ ഒരു നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നോട്ട്സിലുള്ള വീഡിയോയിൽ പെന്റഗൺ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുണ്ട്. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഒരു പെന്റഗണൽ പിരമിഡിന്റെ കേസ് പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പെന്റഗൺ വരയ്ക്കുന്നത്. അത് നോക്കിയാൽ മതി. അത് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് ടൈം വേസ്റ്റ് ആവും. സോ ഞാനൊരു പെന്റഗൺ അവിടെ നിന്ന് എടുത്തു. നമ്മുടെ വേർഡിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു പെന്റഗൺ. സോ ഒരു പെന്റഗൺ ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ആ പെന്റഗണിനെ എടുത്തു, കടമെടുത്തു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് സൈഡ്സ് മാർക്ക് ചെയ്യാം. ഇതിന്റെ സൈഡ് എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് വൈസ് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഞാനും വേണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നതിന്റെ സൈഡ് മീൻസ് അതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിട്ട് 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രസം എന്ന് പറയുമ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ടാവും അതിൽ? പ്രസം എന്ന് പറയുമ്പോൾ ഒരു ബേസും കാണും, ഒരു ടോപ്പ് എഡ്ജും കാണും അല്ലേ? പ്രസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാണും? നമുക്ക് നോക്കുകയാണെങ്കിൽ സോ പ്രസം എന്ന് പറയുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5 അതേപോലെ A, B, C, D, E അല്ലെ? രണ്ട് ഇത് കാണല്ലേ? ബേസ് കാണും, അതേപോലെ തന്നെ ടോപ്പ് ഫേസും കാണും. ഒരു ബേസും കാണും, ടോപ്പ് ഫേസും കാണും. നമ്മൾ ബേസിന് പേര് കൊടുക്കുന്നതാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് ബേസിന് നമ്മൾ പേര് കൊടുക്കും. അതേപോലെ ടോപ്പിന് നമ്മൾ പേര് കൊടുക്കുന്ന ABCD എന്നായിരിക്കും. സോ ബേസ് നമുക്ക് കാണില്ല മോളിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ ഇതിനെ ബ്രാക്കറ്റിലിടും. കാരണം ഈ ടോപ്പ് സർഫസ് എന്ത് ചെയ്യും? ടോപ്പിലുള്ള പെന്റഗൺ വിൽ ഹൈഡ് ദ ബേസ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ടോപ്പിലുള്ള പെന്റഗൺ വിൽ ഹൈഡ് ദ ബേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ബ്രാക്കറ്റിലിടും. ഇതൊക്കെ നമ്മൾ ബ്രാക്കറ്റിലിടുന്നു. എന്നിട്ട് ടോപ്പിലുള്ള ഈ പെന്റഗണിന് നമ്മൾ പേര് കൊടുക്കുന്നു A, B, C, D, E. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ we can draw the projection lines. As usual നമ്മൾ വരയ്ക്കുന്ന പോലെ നമുക്ക് പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. ഇവിടെ വന്ന് ഓരോ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു അങ്ങോട്ട്. ഓക്കെ, സോ ഓരോ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു. വരച്ചിട്ട് വി ക്യാൻ മാർക്ക് ദ പോയിന്റ്സ് ഹിയർ. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 1 കാണും, 1, 2, 3, 1, 2, 3 ഇത്ര ഇവിടെ കാണും. അതായത് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാഷും കൂടെ ചേർത്ത് കൊടുക്കും. ബ്രാക്കറ്റിൽ ഇവിടെ കാണാൻ പറ്റുക 1ന്റെ പുറകിൽ 5 കാണും, 2ന്റെ പുറകിൽ 4 കാണും. ദാറ്റ് ഈസ് 5 ഡാഷ് 4 ഡാഷ്, ഇവിടെ 3 മാത്രമേ ഉള്ളൂ. അഗൈൻ അടുത്ത് നമുക്ക് ഇതിന്റെ ആക്സിസ് ഹൈറ്റ് നോക്കാം. ഇത് 80 ആണ് അതിന്റെ ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റ് 80 ആണ്. സോ നമുക്ക് 80ക്ക് ഒരു ലൈൻ വരയ്ക്കാം മുകളിലോട്ട്.
80ക്ക് ഒരു ലൈൻ നമുക്ക് മുകളിലോട്ട് വരയ്ക്കാം. സോ നമുക്ക് അതിന് ഡയമെൻഷൻ ചെയ്യാം. This will be 80. അപ്പോൾ അത് നമുക്ക് 80 mm നമ്മൾ വരച്ചു. ഇനി നമുക്കിതിന് കംപ്ലീറ്റ് ചെയ്യാം. മുകളിലോട്ടുള്ളതിനൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാ എഡ്ജും നമുക്ക് അതേ 80 mm വരയ്ക്കാം. 80 mm നമുക്ക് എല്ലാ എഡ്ജും ഇപ്പോൾ വരയ്ക്കാം. എന്നിട്ട് you can close this figure. Okay. Okay. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ഓരോന്നിന്റെ നെയിം കൊടുക്കാം. ഇതിന് മുകളിലുള്ളതിന്റെ നെയിമാണ് വേണ്ടത്. മുകളിലുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എ വരും, ഇവിടെ എ വരും, അതായത് എ ഡാഷ്. എയുടെ പുറകിലാണ് ഇ ഉള്ളത്, സോ ബ്രാക്കറ്റിൽ ഇ ഡാഷ്. അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ബി ഡാഷ്, അതിന്റെ പുറകില് ബി ഡാഷിന്റെ പുറകിലായിട്ട് ഡി ഡാഷ്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് വരുന്നത് സി ആണ്, സോ ദാറ്റ് വിൽ ബി സി ഡാഷ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ സപ്പോസ് ആക്സിസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ആക്സിസ് അവർ പറഞ്ഞിട്ടില്ല, ആക്സിസിനെ പറ്റി പറഞ്ഞിട്ടില്ല. സപ്പോസ് ആക്സിസ് ആണ് ഇൻക്ലൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിസ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് ഈ 3യിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലോട്ടൊരു ലൈനും അതേപോലെ 1ൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലോട്ടൊരു ലൈൻ വളരെ ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലമായിരിക്കും ഇതിന്റെ ആക്സിസ്. നമ്മൾ അതിനെ PO എന്ന് പേര് കൊടുക്കുക. ഓക്കെ, വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കണം. ഞാനിവിടെ ഡാർക്കായി പോയി വരച്ചത്, അത്രയും ഡാർക്കായിട്ട് വരയ്ക്കേണ്ട. വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ കണ്ണിന് കാണാൻ പറ്റാത്ത ലെവലിൽ വരച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റനിൽ ആക്സിസ് ചോദിച്ചിട്ടില്ല, പക്ഷെ ആക്സിസ് ചോദിക്കുന്ന പ്രോബ്ലംസ് വേണമെങ്കിൽ നമുക്ക് ആക്സിസ് വരയ്ക്കേണ്ടി വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് വരയ്ക്കും ആക്സിസിന് വേണ്ടി. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ആക്സിസ് ലൈൻസ് അങ്ങോട്ട് മുകളിലോട്ട് വരയ്ക്കാം. ഈ ഒരു ക്വസ്റ്റനിൽ വേണ്ട, പക്ഷെ ചില ക്വസ്റ്റനിൽ ആക്സിസ് ചോദിക്കും. ആക്സിസ് ഇൻക്ലിനേഷൻ ആയിരിക്കും തരുന്നത്, അപ്പോൾ നമ്മൾ ആക്സിസ് തീർച്ചയായിട്ടും വരച്ചിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി പി ആൻഡ് ദിസ് വിൽ ബി O dash P dash. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്ക്. ആക്സിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിലപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അടുത്ത കേസ് ലാറ്ററൽ എഡ്ജ് എന്താണ് ഇൻക്ലൈൻഡ്? ലാറ്ററൽ എഡ്ജ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു HP. ലാറ്ററൽ എഡ്ജ് ആണ് HP-ക്ക് 45 ഡിഗ്രി ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ലാറ്ററൽ എഡ്ജ് ഏതാണ്? ഈ പെർട്ടിക്കുലർ കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഒരു കോർണറിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പെന്റഗൺ റെസ്റ്റ് ചെയ്യുന്ന ഒരു കോർണറിലാണ്. അപ്പോൾ ആ കോർണറിനായിട്ട് കണക്ട് ചെയ്യുന്ന എഡ്ജാണ് എന്ത്? ലാറ്ററൽ എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ കോർണറുമായിട്ടുള്ള എഡ്ജാണ് 3C. 3C എന്ന് പറയുന്ന ഇതാണ് ലാറ്ററൽ എഡ്ജ്. അപ്പൊ നമുക്കിപ്പോൾ വരയ്ക്കാം. ആ ലാറ്ററൽ എഡ്ജ് ഇസ് നൗ ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി. VP-ക്ക് 45 ഡിഗ്രി, സോറി HP-ക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. സോ 45 ഡിഗ്രി നമ്മൾ ഇവിടെ വെക്കുക. 45 ഡിഗ്രി ഇവിടെ വെച്ചിട്ട് വി ക്യാൻ ഡ്രോ എ ലൈൻ. കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ ആക്സിസ് ഇൻക്ലൈൻഡ് ആണ് കണ്ടിട്ടുള്ളത്. സോ ആക്സിസിന് പകരം ഇപ്പോൾ ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് ലാറ്ററൽ എഡ്ജ് ആണ്. സോ നമുക്ക് ആ ഇൻക്ലൈൻഡ് ലാറ്ററൽ എഡ്ജിനെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ ഒരു പോയിന്റ് ഞാൻ 3 എന്ന് കൊടുക്കുന്നു. സോ ദിസ് പെർട്ടിക്കുലർ പോയിന്റ്, ഈ കോർണർ 3 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യിക്കുകയാണ്. ഈ ഒരു പോയിന്റ് 3 ഡാഷ് അല്ലെങ്കിൽ 3-1 ഡാഷ് എന്ന് ഞാൻ പേര് കൊടുത്തു. അങ്ങനെ 1 കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ 3-1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 3 തന്നെ കൊടുക്കാം. ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു, പുതിയൊരു ഫിഗർ ആയതുകൊണ്ട് 3-1 എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. സോ നൗ വി ക്യാൻ ഡ്രോ ദിസ് 45 ഡിഗ്രിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും? ഇതിന്റെ ലെങ്ത് വിൽ ബി സെയിം ആസ് ദിസ് ലെങ്ത്. 8 തന്നെ ആയിരിക്കും ഇതിന്റെ ലെങ്ത്. ഇതിന്റെ ലെങ്ത് വിൽ ഷ്യോർലി ബി 80. ഓക്കെ, അപ്പൊ അത് നമ്മൾ വരച്ചു. ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്.
45 ഡിഗ്രിയാണ് ഈ ആംഗിൾ. സോ നമുക്കത് വരയ്ക്കാൻ പറ്റി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബേസ് കിട്ടും. ഇതിന് പെർപെൻഡിക്കുലർ, ഈ 45ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1, 3. ഈ ബേസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനുകളിലും ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ്. ആദ്യം ബേസ് വരച്ചു. ബേസ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ബേസ് വരച്ചു. ബേസ് വരച്ചിട്ട് പിന്നെ നമ്മൾ ആക്സസ് വരയ്ക്കും. അതാണ് കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ ചെയ്തത്. ഇവിടെ അവർ ലാറ്ററൽ എഡ്ജ് തന്നെ തന്നിട്ടുണ്ട്. സോ ലാറ്ററൽ എഡ്ജ് തന്നിട്ടുള്ളപ്പോൾ നമ്മൾ ആദ്യം ലാറ്ററൽ എഡ്ജ് വരച്ചിട്ട് പിന്നെ ആ ബേസ് അങ്ങ് വരയ്ക്കാം. ഓക്കെ, സോ ഇപ്പോൾ ബേസ് വരയ്ക്കാം. ഇത് രണ്ടും തമ്മിലുള്ള ഇതെന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അതായത് ഇതും 45 ഡിഗ്രി ആകും. അതല്ല അർത്ഥം. ഇത് രണ്ടും മേക്ക് ചെയ്യുന്ന ആംഗിൾ 90. ഈ രണ്ടും എൻ്റെ 45 ഡിഗ്രി. ഇത് മാർക്കേണ്ട കാര്യമല്ല. ഈ 45 പറഞ്ഞു വെച്ചേക്കാം. ഇത് 45 ആണെങ്കിൽ ഇതും 45 ഡിഗ്രിയാണ്. കാരണം ദിസ് ഇസ് ആക്ച്വലി പെർപെൻഡിക്കുലർ. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 1 ഡാഷ് ബ്രാക്കറ്റിൽ 5 അടുത്ത് ഈ പോയിന്റ് നമുക്ക് 2 ഇവിടെ മെഷർ ചെയ്യണം. 1, 2 മെഷർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. 2, 1 ബ്രാക്കറ്റിൽ 4, 1. ഇപ്പൊ സപ്പോസ് ആക്സിസ് ആണ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തീർച്ചയായിട്ടും ആക്സിസും കൂടെ അങ്ങ് വരച്ചു കൊടുക്കണം. അത് മറക്കരുത്. ഈ ഒരു ക്വസ്റ്റനിൽ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആക്സിസ് ഇൻക്ലൈൻഡ് എന്ന് പറയുന്ന ക്വസ്റ്റൻസിൽ തീർച്ചയായിട്ടും ആക്സിസ് വരച്ചിരിക്കണം. ഇവിടെ ആക്സിസിനെ പറ്റി അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ വരച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും സേഫ് സൈഡിന് വേണ്ടി വരച്ച് വെച്ചേക്കാം. നമുക്ക് ആക്സിസിനെ കൂടെ അങ്ങ് വരച്ച് വെച്ചേക്കാം. ഓക്കെ, സോ ഇവിടെ ആക്സിസ് ഉണ്ടായിട്ട് വലിയ ഗുണമൊന്നുമില്ല ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ. കാരണം ആക്സിസിനെ പറ്റി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ അഗൈൻ നമുക്കിപ്പോ we can complete the figure. ഇവിടെ നിന്ന് ഈ എഡ്ജസ് നമുക്ക് വരയ്ക്കാം. ഇതും 80 mm ആണ് ഈ എഡ്ജ്. 80 mm ആൻഡ് അടുത്ത് 2ൽ നിന്ന് അഗൈൻ 80 mm. ഓക്കെ, സോ നമുക്ക് അതിനെ ജോയിൻ ചെയ്യാം. അതിന്റെ ടോപ്പ് ജോയിൻ ചെയ്യാം. ഈ ടോപ്പ് ഫേസ് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതെല്ലാം എത്രയായിരിക്കും? എല്ലാം 80 തന്നെയാണ്. ഇതെല്ലാം 80 തന്നെയാണ്. എല്ലാം 80 ആണ്. നമുക്കിപ്പോൾ ഇതിന് നെയിം കൊടുക്കാം. ഇവിടെ എന്ത് നെയിം ഉണ്ടോ അതേ നെയിം തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കും. ദാറ്റ് ഈസ് എ ഡാഷ് ഇ ഡാഷ്, അതായത് A1 E1 എന്ന് കൊടുക്കാം. ദിസ് വൺ B1 ബ്രാക്കറ്റിൽ D1. ഇതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെയിം മാത്രം അവിടെ ഒന്നും ചേർക്കും. ഓർത്ത് വെച്ചേക്കുക. ഇവിടെ C1. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ P1 നിന്ന് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. നമ്മുടെ ആക്സിസ് എന്തായാലും നമ്മൾ വരച്ച് വെച്ചത് കൊണ്ട് അതും കൂടെ അങ്ങ് ചെയ്തേക്കാം. ആക്സിസും കൂടെ നമുക്ക് അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ പരിസ്ഥിതിക്ക് ആക്സിസും കൂടെ അങ്ങ് ഇരുന്നോട്ടെ. നമുക്ക് പക്ഷെ തന്നിട്ടുള്ളത് ഈ ആംഗിളാണ്. ലാറ്ററൽ എഡ്ജ് തന്നെയാണ് തന്നിട്ടുള്ളത്. ദിസ് ഇസ് അവർ ലാറ്ററൽ എഡ്ജ്. ഇത് തന്നെയാണ് എന്തായിട്ട് തന്നിട്ടുള്ളത്? ഇൻക്ലൈൻഡ് എന്ന ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. അത് മറക്കരുത്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ക്യാൻ ഡ്രോ ദ പ്രൊജക്ഷൻ ലൈൻസ്. നമ്മൾ നേരത്തെ സാറിന് ചെയ്യുന്ന പോലെ വി ക്യാൻ ഡ്രോ ദ പ്രൊജക്ഷൻ ലൈൻസ്. അങ്ങനെ ഈസിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഫസ്റ്റ് 2 ഫിഗറും നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. തേർഡ് ഇസ് ആക്ച്വലി, അത് എല്ലാ ക്വസ്റ്റിലും അങ്ങനെയാണ്. തേർഡ് ആണ് ചാലഞ്ചിങ്. അവിടെ പല യൂണിവേഴ്സിറ്റി ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഈ തേർഡ് ഇത് അവർ ചോദിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ തേർഡ് കണ്ടീഷൻ ചോദിക്കുന്നുണ്ട്, റെഗുലറായിട്ട് ചോദിക്കുന്നുണ്ട്. എക്സാമിനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ. ഹാഫ് ആൻ അവറിൽ തീർത്തേ വരും ഒരു ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ സബ്ജക്റ്റിന്. സോ റെഗുലർ ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കുക. സോ നമുക്ക് അതേപോലെ ഇവിടെ നിന്ന് ഓരോന്നിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരെ.
ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ പോയിന്റ്സ് ഒക്കെ ആദ്യം മാർക്ക് ചെയ്യാം. ആദ്യം 1-ൽ നിന്ന് പോകുന്ന ലൈൻ 1-1 ഡാഷിൽ നിന്ന് വരുന്നത് രണ്ടും മീറ്റ് ചെയ്യുന്നത് വിൽ ബി 1-1. 2-ൽ നിന്ന് പോകുന്ന ലൈനും 2-1 ഡാഷിൽ നിന്ന് വരുന്നത് രണ്ടും മീറ്റ് ചെയ്യുന്നത് വിൽ ബി 2-1. അതേപോലെ 3-ൽ നിന്ന് നമ്മൾ വരച്ചില്ലേ, 3-ൽ നിന്നുള്ള ലൈൻ 3-ൽ നിന്ന് പോകുന്ന ലൈനും സിമിലർലി 3-1 ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് 3-1. അതേപോലെ 4-ൽ നിന്ന് പോകുന്ന ലൈൻ 4-1 ഡാഷ് ഇവിടെയാണുള്ളത്. സോ 4-1 ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ രണ്ടും മീറ്റ് ചെയ്യുന്നത് 4-1. 5-ൽ നിന്ന് പോകുന്ന ലൈനും 5-1 ഡാഷ് അതെന്ന് വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്നത് 5-1. നമുക്കിപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സോ നമുക്ക് ഇതിനങ്ങ് ജോയിൻ ചെയ്യാം. സോ 1, 2 ഏതായിരിക്കും ഇവിടെ ഹിഡൻ? 3 ആണ് ഇവിടെ റെസ്റ്റിംഗ് പോയിന്റ്. അപ്പോൾ 3 വിൽ ബി ഹിഡൻ. ദെൻ 3 ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 4 വിൽ ബി ഹിഡൻ. ദെൻ 5, 4, 1, 5. ഓക്കെ, സോ നമുക്ക് വരയ്ക്കാം. അടുത്ത് നമുക്ക് ബാക്കിയുള്ളത് അടുത്ത പോയിന്റ് ഇതാണ്. സോ അവിടെ നമുക്ക് അടുത്ത പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. ഫ്രം ABCD സോ ഇതുകൂടെ നമുക്കൊന്ന് വരയ്ക്കാം. എയിൽ നിന്ന് പ്രൊജക്ഷൻ ലൈൻ, സിമിലർലി B, then C. ഭാഗത്തന്നെ എല്ലാം ഉണ്ട്, അതിന്റെ പുറകെ തന്നെ നമുക്ക് ഭാഷകളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ നിന്നും ലൈൻസിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നിന്നുള്ള ABCDE അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ലൈൻ വരയ്ക്കാം. ഫസ്റ്റ് എയിൽ നിന്നും ഇതേ ലൈൻ തന്നെയാണ്, 1-ൽ നിന്ന് പോകുന്ന അതേ ലൈൻ തന്നെയാണ്, നമ്മൾ അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത് ബിയിൽ നിന്നുള്ള ലൈൻ സെയിം ഇതേ ലൈൻ തന്നെയാണ്, നമ്മൾ അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് സിയിൽ നിന്ന് പോകുന്നത് 3-ൽ നിന്നുള്ള അതേ ലൈൻ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഫ്രം 4-ൽ നിന്ന് പോകുന്നതിന് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അഗൈൻ 5 നമ്മളത് ഈ ലൈനിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഇതൊക്കെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിന് നമുക്ക് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യാം. എയിൽ നിന്ന് വരുന്ന ലൈൻ, എയിൽ നിന്ന് വരുന്നതും എയിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള ഈ ലൈൻ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് A1. അതേപോലെ ബിയിൽ നിന്ന് പോകുന്ന ലൈൻ B1 ഡാഷ് എന്ന് വരുന്നത്, സോ ദാറ്റ് വിൽ ബി B1. അടുത്ത് സിയിൽ നിന്ന് പോകുന്ന ലൈൻ C1 ഡാഷിൽ നിന്ന് വരുന്നത് C1. ഡിയിൽ നിന്ന് പോകുന്ന ലൈൻ D1 ഡാഷിൽ നിന്ന് വരുന്നത് D1. ഇയിൽ നിന്ന് പോകുന്ന ലൈൻ E1 ഡാഷ്, A1 ഡാഷിന് പുറകിലാണ് E1 ഡാഷ്. ഇയിൽ നിന്ന് പോകുന്ന ലൈൻ E1 ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ രണ്ടും മീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി E1. ഇത് ഈ ഫേസ് ആണ്. സോ ഇത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വിൽ ബി ഫുള്ളി വിസിബിൾ. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഫുള്ള് കാണാൻ പറ്റും. സോ നമുക്ക് ജോയിൻ ചെയ്യാം. AB, BC, likewise AB, BC, CD, EE and EA. ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ലാറ്ററൽ എഡ്ജസ് ആണ്. ആദ്യം നമുക്ക് ഹിഡൻ ആയിട്ടുള്ളതിനെ ആദ്യം വരയ്ക്കാം. സോ ഹിഡൻ ഏതായിരിക്കും? 3 ഹിഡൻ ആണ്. സോ 3C ഹിഡൻ ആയിരിക്കും. 3C വിൽ ബി ഹിഡൻ. ബാക്കി എഡ്ജൊക്കെ നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ അതൊക്കെ നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് 1A നമുക്കിവിടെ വരയ്ക്കാം. 1നെയും എനെയും ഇവിടെ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് 2B നമുക്കിവിടെ ജോയിൻ ചെയ്യാം. അടുത്ത് 3 നമ്മൾ വരച്ചു. നെക്സ്റ്റ് 4 and D അത് നമുക്കിവിടെ ജോയിൻ ചെയ്യാം. അടുത്ത് 5 and E അത് നമുക്കിവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും സെക്കൻഡ് കണ്ടീഷന്റെ പ്രൊജക്ഷൻ. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇതായിരിക്കും നമുക്ക് സെക്കൻഡ് കണ്ടീഷന്റെ പ്രൊജക്ഷൻ. വേണമെങ്കിൽ നിങ്ങളതാ ഇവിടെ നിന്നും ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ടാണ്, നിർബന്ധമൊന്നുമില്ല.
ആക്സിസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ട് അതിവിടെ മീറ്റ് ആവുന്ന പോയിന്റ് നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് പി എന്നും അതേപോലെ ഇവിടെ ഒ അല്ലേ, ഇത് ഒ അല്ലേ നമ്മുടെ ഒ ആണ്. സോ ഒ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ട് ഇത് ആക്സിസ് ബേസ് ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആവശ്യമില്ല, പക്ഷേ ആക്സിസ് ബേസ് ചെയ്ത് ചോദിക്കും, ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആക്സിസ്. നമ്മുടെ ആക്സിസ് ഇതായിരിക്കും, പി ഒ എന്ന് പറയുന്ന ആക്സിസ് ഇതായിരിക്കും ആക്സിസിന്റെ ടോപ്പ് വ്യൂ, ഇത് ആക്സിസിന്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത കണ്ടീഷൻ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ലാറ്ററൽ എഡ്ജ്, ഇതേ ലാറ്ററൽ എഡ്ജ് എച്ച് പിക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടായിരുന്ന ഇതേ ലാറ്ററൽ എഡ്ജ് ഇസ് നൗ ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു വി പി. എച്ച് പിക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടായിരുന്ന അതേ ലാറ്ററൽ എഡ്ജ് ഇസ് നൗ ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു വി പി. അത് ഓർത്ത് വെച്ചേക്കുക. അതായത് ഈ ലാറ്ററൽ എഡ്ജ് ഇപ്പൊ വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. നമ്മളിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെയിം ആംഗിൾ 45 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്കെയിൽ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. സ്കെയിൽ ഒന്ന് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. സ്കെയിൽ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് സോ ഇവിടെ വന്ന് നമുക്കിപ്പോൾ ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഒരു ലൈൻ വരയ്ക്കാം. ഒരു 45 ഡിഗ്രിക്കുള്ള ഒരു ലൈൻ ഇപ്പോൾ നമുക്ക് വരയ്ക്കാം. ഒരു 45 ഡിഗ്രി ലൈൻ ഇപ്പൊ നമ്മൾ വരച്ചു. ഇവിടെ വരച്ചിട്ട് ഈ 45 ഡിഗ്രി ലൈനിൽ നമ്മൾ അതിന്റെ ലാറ്ററൽ എഡ്ജിനെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ 45 ഡിഗ്രി ലൈനിൽ കുറച്ചുകൂടെ നീക്കി വരയ്ക്കായിരിക്കും സൗകര്യം. സോ ഈ 45 ഡിഗ്രി ലൈനിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലാറ്ററൽ എഡ്ജ്, അതായത് ഈ ഡിസ്റ്റൻസ് 3C, ഇതല്ലേ നമ്മുടെ ലാറ്ററൽ എഡ്ജ്. അപ്പൊ ആ ലാറ്ററൽ എഡ്ജിനെ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ് 3C. ഇവിടെ കുറച്ച് ദൂരം വെച്ചിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് സ്പേസ് വേണം. അതാണ് നമുക്കിവിടെ 3 ഞാൻ കുറച്ച് താഴോട്ട് വരച്ചു. 3 ആൻഡ് C, 3യും C ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. കുറച്ചുകൂടെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം അതിന്റെ ഒറിജിനൽ ലെങ്ത് എത്ര ആയിരിക്കും? ഒറിജിനൽ ലെങ്ത് 80 ആണ്. അപ്പൊ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് വരയ്ക്കണം. 3 ആൻഡ് C, 3C. നമുക്ക് 3 C2 എന്ന് നെയിം കൊടുക്കാം. ഓക്കെ, പക്ഷേ ഇതെന്താണ്? ദിസ് ഇസ് ആക്ച്വലി അവർ ഒറിജിനൽ ലെങ്ത്, ട്രൂ ലെങ്ത് എന്ന് പറയും. ഈ ട്രൂ ലെങ്ത് വെച്ചാണ് നമ്മളിപ്പോൾ വരച്ചത്. പക്ഷേ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടോപ്പ് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടില്ല. ഒരിക്കലും ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ, ഇത് ടോപ്പ് വ്യൂ അല്ലേ, എക്സ് ലൈനിന്റെ താഴെ എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂ ആണ്. ഒരിക്കലും ടോപ്പ് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടില്ല. അപ്പം ലാറ്ററൽ എഡ്ജ് ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം ട്രൂ ലെങ്ത് വരച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? ട്രൂ ലെങ്ത് നമ്മളിവിടെ 80 ആണ്. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 80 കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിൽ ഡ്രോ ലോക്കസ്. സാർ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ വിൽ ഡ്രോ ലോക്കസ്. ഇവിടെ ഒരു ലോക്കസ് നമ്മൾ വരയ്ക്കുന്നു. C2 നമുക്ക് C2 ഡാഷ് എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് വി ക്യാൻ ഡ്രോ ലോക്കസ്. നമുക്ക് ഇതുവഴി ഒരു ലോക്കസ് വരയ്ക്കാം. ലോക്കസ് വരച്ചിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? going to measure this length. ഈ ഒരു പെർട്ടിക്കുലർ ലെങ്ത് മെഷർ ചെയ്യാണ്. ടോപ്പ് വ്യൂ ഇതാണ് ലാറ്ററൽ എഡ്ജിന്റെ ടോപ്പ് വ്യൂ. 3C1 ടോപ്പ് വ്യൂ ഓഫ് ലാറ്ററൽ എഡ്ജ്. നമ്മൾ ഇത് മെഷർ ചെയ്യുമ്പോൾ 31C1 മെഷർ ചെയ്തിട്ട് ഈ 32 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യും. 31C1 മെഷർ ചെയ്തിട്ട് ഈ 32 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, അത് വെച്ചൊരു ആർക്ക് കട്ട് ചെയ്യും. സോ ദിസ് വിൽ ബി അവർ പോയിന്റ് C2. ഇതായിരിക്കും നമ്മുടെ ഒറിജിനൽ C2. ഇനി നമുക്ക് ഇതിനെ അങ്ങ് വരയ്ക്കാം. ഇനി നമുക്ക് ഇതിനെ അങ്ങ് ജോയിൻ ചെയ്യാം. ഈ ലാറ്ററൽ എഡ്ജിനെ ഇതിന്റെ
കണ്ടീഷൻ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഇത് മറക്കരുത്. കോംപ്ലിമെന്ററി ആംഗിൾ പ്രോബ്ലം ആണ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. ഈ ഒരു ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഹൊറിസോണൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. സോ അപ്പാരന്റ് ആംഗിൾ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ വിൽ ബി ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. ഇപ്പോ ഇത് രണ്ടും എന്താണ്? രണ്ടും 45 ആണ് എങ്കിൽ എച്ച് പി ഇൻക്ലിനേഷനും വി പി ഇൻക്ലിനേഷൻ രണ്ടും 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ അപ്പാരന്റ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഇനി നമുക്ക് ബാക്കിയുള്ളത് കണ്ടിന്യൂ, ബാക്കിയുള്ളത് വരയ്ക്കാം. ബാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ് ഒക്കെ നമുക്ക് എടുത്ത് ഫിക്സ് ചെയ്യാം. എങ്ങനെ വരയ്ക്കാം? ഇപ്പോൾ 3യിൽ നിന്ന് 3 അല്ലേ ഇപ്പൊ പോയിന്റ്, നമുക്ക് വേണമെങ്കിൽ ബോക്സ് വരയ്ക്കാം. എന്തേ അവിടെ ബോക്സ് വേണോ? ബോക്സ് വേണ്ട. നമുക്കിപ്പം ബോക്സിനെക്കാട്ടിലും എളുപ്പമായിട്ട് ഇത് വരച്ചാൽ പോരെ, 2ഉം 4ഉം വരച്ചാൽ മതി. 3 എന്നുള്ള പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ ഇപ്പോൾ ഇത് 3 എന്നുള്ള പോയിന്റ് ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഹൊറിസോണൽ ആയിട്ടിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് അടുത്ത ലൈൻ വരയ്ക്കാം. എക്സ് വിൽ ബി ഏതാണ്? നമുക്ക് 2ഉം 4ഉം കിട്ടാൻ തക്കവണ്ണമുള്ള ലൈൻ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ആദ്യം ഇതിനൊന്ന് പതുക്കെ കാണാത്ത പോലെ, കണ്ണ് കാണാത്ത രീതിയിൽ നമുക്ക് ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. പതുക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കിതിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിന് 3C2 എന്ന് പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ. അത് നമുക്ക് കണ്ണ് കാണാത്ത രീതിയിൽ തന്നെ വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതായിരിക്കും എളുപ്പമെങ്കിൽ ബോക്സ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ആദ്യം നമ്മൾ പഠിപ്പിച്ച ബോക്സ് മെത്തേഡ്, അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ബോക്സ് ആണെങ്കിൽ ഇതിനൊരു പേര് കൊടുക്കാം. QR, ഇവിടെ ST, ഒരു ബോക്സ് അങ്ങ് വരച്ചാൽ മതി. അതായാലും മതി. സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ബോക്സ് മെത്തേഡ്, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലും പറ്റും. എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്നത് 3 ഇരിക്കുന്ന ഈ ലൈനിന് നേരെ പാരലാണ് 2ഉം 4ഉം ഉള്ള ലൈൻ. സോ ഞാൻ അതിനൊരു പാരലൽ ലൈൻ വരച്ചിട്ട് 2 മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെ 4 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ 2ഉം 4നും പാരലായിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ, ആ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാം. ഇത് ഞാൻ എക്സ് എന്ന് വെച്ചു, ഈ ഡിസ്റ്റൻസിനെ വൈ എന്ന് വെച്ചു. അപ്പോൾ എക്സ് വരെ ഇവിടെ മാർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വൈ വരെ ഇവിടെ മാർക്ക് ചെയ്തു. 3യിൽ നിന്ന് വൈ വരെ ഇത്, 3യിൽ നിന്ന് വൈ വരെ ഇത്, 3യിൽ നിന്ന് എക്സ് വരെ ഇത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ അടുത്ത ലൈൻ വരയ്ക്കുന്നു. ബോക്സ് മെത്തേഡ് ചിലപ്പോൾ ബോക്സ് മെത്തേഡിനെക്കാട്ടിലും നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ബോക്സ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, ആക്ച്വൽ കേസിൽ ബോക്സ് മെത്തേഡാണ് ചെയ്യാറ്. പിന്നെ നമുക്കിവിടെ ഇതിപ്പം ഒരുപാട് വരയ്ക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. സോ എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? വൈയിൽ നിന്ന് 1 മാർക്ക് ചെയ്യും. വൈയിൽ നിന്ന് വിൽ ഫിക്സ് 1. വൈയിൽ നിന്ന് നമ്മൾ 1 ഫിക്സ് ചെയ്യും. ദെൻ വൈയിൽ നിന്ന് നമ്മൾ 5 ഫിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനങ്ങ് ജോയിൻ ചെയ്യും. 1 2, ഇവിടെ 1 2, then 2 3, ഇവിടെ 5 4 3 2. ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെ വരയ്ക്കണം. ഇപ്പൊ 2 3യും 4 3യും ഹിഡൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 3യും 4 3യും നമ്മൾ ഹിഡൻ ലൈൻസിൽ വരയ്ക്കും, അതായത് ഡോട്ടർ ലൈൻസിൽ വരയ്ക്കും 2 3. നെക്സ്റ്റ് നമുക്ക് അടുത്ത് സിയിൽ നിന്നുമാണ്. സിയിൽ നിന്നും വരയ്ക്കാനുള്ളത് ഇതേപോലെ നമുക്ക് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെ ഈ ലൈനിനെ ഒന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്കിത് ഓക്കെ, താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് താഴോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമുക്ക് സിയിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് സിയിൽ നിന്ന്
യു എന്നൊരു ഡിസ്റ്റൻസും ഇതവിടെ വി എന്നൊരു ഡിസ്റ്റൻസും. സിയിൽ നിന്ന് ഇവിടെ യു എന്നൊരു ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതുവഴി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അതേപോലെ തന്നെ സിയിൽ നിന്ന് വി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, സിയിൽ നിന്ന് വി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തിട്ട് അവിടെ എന്താ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യു അതിൽ നിന്ന് ഇപ്പൊ മെഷർ ചെയ്യാം. യുവിൽ നിന്ന് ഡി മെഷർ ചെയ്യാം. യുവിൽ നിന്ന് ഡി മെഷർ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വരയ്ക്കുന്നു. 4 നേരെ D2. സോ ഇതെല്ലാം 2 ആണ്. ഡാഷ് ഇല്ല, സോറി, ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഇവിടെ ഡാഷ് വരില്ല. അതേപോലെ ഇവിടെ യുവിൽ നിന്ന് B2, ദെൻ വിയിൽ നിന്ന് ഇവിടെ A2, അതേപോലെ വിയിൽ നിന്ന് E2. നമുക്കിപ്പോൾ ഇതിനെല്ലാം അങ്ങ് ജോയിൻ ചെയ്യാം. ഇതെല്ലാം വിസിബിൾ ആയിരിക്കും, ഈ ഒരു ഫേസ് വിസിബിൾ ആയിരിക്കും. സോ ഇതെല്ലാം നമ്മളങ്ങ് ജോയിൻ ചെയ്യാം. A2 B2, B2 C2, C2 D2, D2 E2 ആൻഡ് E2 A2. ഇതങ്ങ് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ we can draw straight lines to it. നമുക്ക് ലൈൻസ് വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഫസ്റ്റ് എയും 1ഉം നമുക്കിവിടെ കണക്ട് ചെയ്യാം. A1, നെക്സ്റ്റ് 2 V2, then 4 D2, അടുത്ത് 5 C2. ഇവിടെ എന്ത് പറ്റും, ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇവിടെ ഏതൊക്കെ ആയിരിക്കും ഹിഡന്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യം, ഇപ്പൊ ഏതാണ് ഹിഡൻ എന്ന്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇതാണ് നമ്മൾ നോക്കുമ്പോൾ, ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഏതായിരിക്കും ഹിഡൻ, ഇതായിരിക്കും. 1ഉം 2ഉം 1ഉം A2ഉം ഹിഡൻ ആയിരിക്കും. 1ഉം ഈ ഒരു ഇതും 1ഉം A2ഉം, അതേപോലെ 5ഉം C2 അല്ലെ, ഇത് രണ്ടും അല്ലേ ഹിഡൻ, ഇത് ഹിഡൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന് ഡോട്ടൽ ലൈൻസിനെ അങ്ങ് വരച്ചാൽ മതി, ലാസ്റ്റ് മാത്രം. ഓക്കെ, സോ ഇത്രയുമായിരിക്കും ഹിഡൻ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി ആസ് യൂഷ്വൽ നമ്മൾ സാറിന് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, സാറിന് ചെയ്യുന്ന പോലെ തന്നെ പ്രൊജക്ഷൻ ലൈൻസ് അങ്ങോട്ട് വരയ്ക്കാം. സാറിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ we can draw the projection lines. സോ നമ്മളിപ്പം ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് എല്ലാ പോയിന്റിൽ നിന്നും we can draw projection lines. ഇത് ഇവിടെ നിന്ന് വരയ്ക്കാം. 1ൽ നിന്ന് പ്രൊജക്ഷൻ ലൈൻ, 2ൽ നിന്ന് 3, 4, 5, ലൈക്വൈസ് ഇവിടെ നിന്നും അതേപോലെ 1, 2, ലൈക്വൈസ് അതേപോലെ ഇവിടെ നിന്ന് ABC. ഇപ്പൊ എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ട് we can get the final answer. ഓക്കെ, നിങ്ങൾ വരച്ചാൽ മതി, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരച്ചാൽ മതി. ഇതെങ്ങനെയായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ കാണാൻ പറ്റുന്നത് ഞാൻ കാണിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചേക്കാം. നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ഈ ഒരു പോർഷനാണ്. തേർഡ് കണ്ടീഷനിൽ ഇത് വരയ്ക്കാൻ, ഈ ഒരു ഡ്രോയിങ് വരയ്ക്കുന്നതാണ് ഏറ്റവും ചാലഞ്ചിങ്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ തെറ്റിപ്പോയാൽ ഫിഗർ തെറ്റും. സോ ആദ്യത്തെ രണ്ടും ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ നമ്മളെ കൊണ്ട് വരയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ കണ്ടീഷൻ വരുമ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കാനാണ് ഏറ്റവും പാടുള്ളത്. സോ ഇത് നമുക്കിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിർത്താം. നിങ്ങൾ ബാക്കി വരച്ചാൽ മതി. നമ്മൾ നേരത്തെ സാറിന് ചെയ്യുന്ന അതേ പ്രൊസീജിയർ പ്രാക്ടീസ് ചെയ്യുക. 1ൽ നിന്ന് പോകുന്ന ലൈനും ഇത് ഇവിടെ നിന്ന് 1, 2ൽ നിന്ന് പോകുന്ന ലൈന് മീറ്റ് ചെയ്യുന്നു. 1ൽ നിന്ന് പോകുന്ന ലൈൻ, 1, 2ൽ നിന്ന് പോകുന്ന ലൈൻ രണ്ട് മീറ്റ് ചെയ്യുമ്പോൾ 1, 2 ഡാഷ് ആയി. അതേപോലെ 2ൽ നിന്ന് പോകുന്നതും ഇവിടെ നിന്ന് 2ൽ നിന്ന് പോകുന്നതും അഗെയിൻ
2 2 ഡാഷ് 3യിൽ നിന്ന് പോകുന്ന ലൈനും ഇവിടുത്തെ 3 that will be 3 2 ഡാഷ്. അതേപോലെ 4ൽ നിന്ന് പോകുന്ന ലൈൻ ഇവിടുത്തെ 4ൽ നിന്ന് പോകുന്നത് again 4 2 ഡാഷ്. ഫൈനലി 5ൽ നിന്ന് പോകുന്നതും ഇവിടുത്തെ 5ൽ നിന്ന് പോകുന്നതും 5 2 ഡാഷ്. സോ ആസ് യൂഷ്വൽ ഇവിടെ എന്ത് ചെയ്തോ അതേപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇതങ്ങ് ജോയിൻ ചെയ്താൽ മതി. 2 3 4 5 ഇത് ഹിഡൻ ആയിരിക്കും. ലൈക്ക് വൈസ് അതേപോലെ മുകളിലും ഇവിടെ ഇതിന് നേരെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ABCD ഇവിടെ തന്നെ കിട്ടും. ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ABCD then finally E. അതായത് A2 ഡാഷ് B2 ഡാഷ് C2 ഡാഷ് D2 ഡാഷ് ആൻഡ് E2 ഡാഷ് ഇങ്ങനെ തന്നെ കിട്ടും. ഇതിനെ നമ്മൾ ജോയിൻ ചെയ്താൽ മതി. ടോപ്പ് എല്ലാം നമുക്ക് വിസിബിൾ ആയിരിക്കും, ഫുള്ളായിട്ട് വിസിബിൾ ആയിരിക്കും. അതങ്ങ് ജോയിൻ ചെയ്യുക. ഹിഡൻ ആയിട്ടുള്ളതിനൊക്കെ ഹൈഡ് ചെയ്യുക. ഇത് ഹൈഡ് ചെയ്ത് അങ്ങ് വരയ്ക്കുക. ദെൻ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ജോയിൻ ചെയ്ത് വെക്കുക. സോ ഇതുപോലെ നമുക്ക് കിട്ടും. നിങ്ങൾ വരച്ചാൽ മതി. വരച്ച് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം ഒന്ന് പ്രൊസീഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതാണ് നമ്മൾ ഇത് തന്നെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഈ കോംപ്ലിമെന്ററി ആംഗിൾ ഇതിന് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ക്ലാസ് വർക്കിന് തന്ന ഒരു പ്രോബ്ലം, ഇതിന് സിമിലർ പ്രോബ്ലം ഉണ്ട്. ഇതിന് സിമിലർ എന്ന് പറയുമ്പോൾ ഒരു പിരമിഡിന്റെ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള നോട്ടിൽ തന്നിട്ടുണ്ട്. നോട്ടിൽ അൺസോൾവ്ഡ് ആയിട്ട് കിടപ്പുണ്ട് ഒരു പിരമിഡ്, ഒരു പെന്റഗണൽ പിരമിഡിന്റെ പ്രോബ്ലം. ഇതേപോലെ വരുന്ന കണ്ടീഷനാണ് കോംപ്ലിമെന്ററി ആംഗിൾ. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അവിടെ HP ക്ക് 50 ഡിഗ്രിയും BP ക്ക് 40 ഡിഗ്രി ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ. സോ അത് നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ